അവരുടെ അന്ധകാരമെല്ലാം പ്രകാശമുള്ളതാക്കാൻ ദൈവം ഈ ലോകത്തിലേക്ക് വന്നു. നമ്മൾ മൃഗങ്ങളെ കാണാറുണ്ട്, ആകാശത്തിലും ഫോറസ്റ്റിലും കാണാൻ സാധിക്കും, അതുപോലെ തന്നെ സൂവിലും കാണാൻ സാധിക്കും. സൂവിൽ അവർ ഒതുങ്ങിക്കഴിയുന്നു, ചില കൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നു, അവർ ഒതുങ്ങിക്കഴിയുന്നു. പക്ഷേ ഈ ശരിക്കുള്ള ഇവരുടെ സ്വഭാവം നമുക്ക് കാട്ടിലോ അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കും. ആ കാട്ടിലെ രാജാവായി സിംഹം വാഴുന്നു, അല്ലെങ്കിൽ പക്ഷികൾ ഉയർന്ന് ആകാശത്തിലേക്ക് പറക്കുന്നു. ഈ സ്വഭാവം അവർക്ക് നമ്മളുടെ സൂവിൽ കാണാൻ സാധിക്കില്ല, കാരണം അവർ പലതിൻ്റെയും ഉള്ളിലാണ് കഴിയുന്നത്. മനുഷ്യനും ഇതുപോലെ തന്നെ ചില കേജസിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കുവാണ്. പക്ഷെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അതിനുള്ള വഴികൾ ഒരുക്കിയിട്ടുണ്ട്. അവർ സ്വതന്ത്രരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ അത് മനസ്സിലാക്കാതെ മനുഷ്യൻ പല വിഷമങ്ങളിലും വേദനകളിലും പാപത്തിൻ്റെയും നിയമത്തിൻ്റെയും എല്ലാം ഒരു കേജിൻ്റെ ഉള്ളിലാണ് കഴിയുന്നത്. ഇതിന്നെല്ലാം പുറത്തു വരാൻ, അവരെ കുറച്ചും കൂടെ സ്വാതന്ത്ര്യമുള്ള മനുഷ്യരാക്കുവാൻ, ഹൃദയത്തിൽ നിന്ന് അവരുടെ ഉള്ളിലൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു, സ്ത്രീയിൽ നിന്ന് ജാതനായി. എന്നിട്ട് പറയുന്നു, അവൻ നിയമത്തിന് അധീനനായി കഴിയുന്നവരെ വിമുക്തരാക്കി. പലതരത്തിൻ്റെയും അടിമത്തത്തിൽ കഴിയുന്ന മനുഷ്യരെ അവിടെ നിന്ന് വിമുക്തരാക്കാൻ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നു. അവരുടെ അന്ധകാരമെല്ലാം പ്രകാശമുള്ളതാക്കാൻ ദൈവം ഈ ലോകത്തിലേക്ക് വന്നു. ഈ ഈശോയോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. നമ്മൾക്ക് ഉള്ളിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും പലതരത്തിലുള്ള കേജസിൻ്റെ ഉള്ളിൽ കഴിയുന്ന നമുക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം ഈശോ തരാൻ ആഗ്രഹിക്കുന്നു. ആ ഈശോയോട് ചേർന്ന് നിന്ന് സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.